प्यारे दोस्तों, गुलदस्ता हिंदी चैनल पर सबका स्वागत है. പ്രിയ കൂട്ടുകാരെ, എല്ലാവരും ക്ലാസ്സുകളൊക്കെ കൃത്യമായി കേൾക്കാറുണ്ടല്ലോ അല്ലേ? നമ്മൾ വ്യഞ്ജനാക്ഷരങ്ങളിലൂടെയാണല്ലോ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് നമ്മളതിലെ 7ാം ഭാഗത്തിലാണ് ഉള്ളത്. ഇതിന് മുമ്പത്തെ ക്ലാസ്സുകൾ ആരെങ്കിലും കേൾക്കാൻ ബാക്കിയുണ്ടെങ്കിൽ നിർബന്ധമായും കേൾക്കുക. നിങ്ങൾക്ക് കേൾക്കാനുള്ള സൗകര്യത്തിനായി നമ്മുടെ ചാനലിൻ്റെ മുകൾ ഭാഗത്തായി പ്ലേലിസ്റ്റ് എന്ന് കാണാം. അവിടെ നിങ്ങൾ എന്ത് ചെയ്യുക, ക്ലിക്ക് ചെയ്യുക. ഹിന്ദി ബേസിക് ഇൻ മലയാളം എന്നുള്ള ഹെഡിങ്ങിൽ നിങ്ങൾക്ക് ഇതുവരെയുള്ള എല്ലാ ക്ലാസ്സുകളും നിങ്ങൾക്ക് കാണാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ഈ വ്യഞ്ജനാക്ഷരങ്ങൾ അടുത്ത ക്ലാസ്സോട് കൂടി അവസാനിക്കും. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം. ആദ്യമായി നമ്മളിന്ന് പഠിക്കുന്ന അക്ഷരമാണ് ഥ. ഇനി അതെങ്ങനെ എഴുതുക? നമ്മൾ ആദ്യം എന്ത് ചെയ്താൽ മതി, ഒരു കെട്ടിട്ട് കൊടുക്കുക. എന്നിട്ട് മലയാളത്തിലെ റ അല്ലേ, അത് ചെരിച്ച് വരയ്ക്കുക. എന്നിട്ട് ചെറിയ തോണിയൊക്കെ വരക്കുന്ന പോലെ വരച്ചിട്ട് കുത്തിനൊരു വര വരയ്ക്കുക, മുകളിൽ വരയ്ക്കുക. അപ്പം എന്തായി? ഥ. ഇനി അടുത്തത് യ എന്നുള്ള അക്ഷരമാണ്. നമ്മൾ ഥ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ അതിലെന്ത് ചെയ്താൽ മതി, ആ കെട്ട് ഒഴിവാക്കിയാൽ മതി. അപ്പോൾ ഏതക്ഷരമായി? യ. ഇനി അടുത്ത അക്ഷരമാണ് ര. ര എന്നുള്ളതിൽ നമ്മളെന്ത് ചെയ്യുക, പിന്നെ ഥ എന്ന് എഴുതിയപ്പോൾ കെട്ടൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ അല്ലേ? അതേപോലെ യ ആണെങ്കിലോ കെട്ട് ഒഴിവാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പം അതിൽ തോണി പോലെയുള്ള ഭാഗത്ത് നിന്ന് അവിടെ നേരെ ചെരിച്ചിട്ട് താഴോട്ട് വരച്ചാൽ മതി. അപ്പം എന്തായി? ര. ഇനി അടുത്ത് എന്താണ്? ഖ. ക പ്ലസ് ഹ. ഖ. ഖ എങ്ങനെ എഴുതുക? അപ്പോൾ ര നമ്മൾ പഠിച്ചു. അതിൻ്റെ കൂടെ എന്ത് ചെയ്താൽ മതി? വ നമ്മൾ നേരത്തെ പഠിച്ചതല്ലേ, അത് വ കൂടി എഴുതുക. അപ്പം എന്തായി? രായും വായും ചേർന്നൊരു രൂപമായി അല്ലേ? അപ്പോൾ രായുടെ അവസാനത്തെ ഭാഗം എന്ത് ചെയ്യണം? വായിലേക്ക് ചേർക്കണം. ഓക്കെ. എന്നിട്ട് മുകളിൽ വര വരച്ചു. അപ്പം എന്തായി? ഖ. ക പ്ലസ് ഹ. ഖ. അടുത്തെന്താണ്? ഷ എന്നുള്ള അക്ഷരമാണ്. അപ്പോൾ എന്ത് ചെയ്താൽ മതി, നമ്മൾ ര എഴുതിയിട്ടില്ലായിരുന്നു. ആദ്യത്തിൽ എന്ത് ചെയ്യുക, ഒരു കെട്ടിട്ട് എടുക്കുക, വലിയൊരു കെട്ട്, പിന്നീട് ചെറിയൊരു കെട്ട്, പിന്നെ ഒരു 1 ഇട്ട്. അപ്പോൾ 21 എഴുതുന്നത് പോലെ അല്ലേ? അപ്പോൾ എന്തായി? ഷ. ഇനി അടുത്തത് സ എന്നുള്ള അക്ഷരമാണ്. അപ്പോൾ നമ്മൾ ര പഠിച്ചിട്ടുണ്ട്. രായിൻ്റെ അവിടെ നിന്ന് വലത് ഭാഗത്തുനിന്ന് എന്ത് ചെയ്യുക, ഒരു വര വരച്ചിട്ട് കുത്തനെ ഒരു വര വരയ്ക്കുക, മുകളിൽ വരച്ചു. അപ്പോൾ എന്തായി? സ എന്നുള്ള അക്ഷരമാണ്. ഇനി ഇന്ന് നമ്മൾ പഠിച്ച അക്ഷരങ്ങൾ ഏതൊക്കെയാണ്? ഥ, യ, ര, ഖ, ഷ, സ. ഈ അക്ഷരങ്ങൾ ചേർന്ന് വരുമ്പോൾ, ഓക്കെ, ദ്വിത്വവ്യഞ്ജനായി വരുമ്പോൾ എങ്ങനെയാണ്? യ, ഷ, സ. വ്യത്യസ്ത അക്ഷരങ്ങൾ ചേർന്ന് വരുമ്പോൾ നോക്കൂ, സായുടെ പകുതിയും ഥായും. അപ്പം എന്തായി? സ്ഥ. ഈ സായുടെ പകുതിയും യായും. അപ്പം എന്തായി? സ്യ. സായുടെ പകുതി ഖ, സ്ഖ. ഖയുടെ പകുതി യ, ഖ്യ. അടുത്തതായി ഷായുടെ പകുതി യ, ഷ്യ. ഇനി നമുക്ക് ഈ അക്ഷരങ്ങളോടൊപ്പം ചിഹ്നങ്ങൾ വരുന്നത് നോക്കാം. ആ എന്നുള്ള ചിഹ്നം ആദ്യമായി. ഥായുടെ കൂടെ ആ എന്നുള്ള ചിഹ്നം വരുമ്പോൾ എന്തായി? ഥ. യ കഴിഞ്ഞിട്ട് ആ എന്നുള്ള ചിഹ്നം വരുമ്പോൾ യാ. ര കഴിഞ്ഞിട്ടാണെങ്കിൽ രാ. ഖ കഴിഞ്ഞിട്ടാണെങ്കിൽ ഖ. ഷ കഴിഞ്ഞിട്ടാണെങ്കിൽ ഷ. സ കഴിഞ്ഞിട്ടാണെങ്കിൽ സ. അടുത്തത് ഇ എന്നുള്ള ചിഹ്നം. അപ്പോൾ എന്താണ്? അക്ഷരത്തിൻ്റെ ഇടത് ഭാഗത്തേക്ക് വള്ളി അല്ലേ? അപ്പോൾ ഥി, ഇ, രി, ഖി, ഷി, സി. ഇതേപോലെ ഓരോ അക്ഷരത്തിൻ്റെ ഇടത് ഭാഗത്തേക്ക് വള്ളിയിട്ടാൽ ഇ എന്നുള്ള ഉച്ചാരണം. അടുത്തത് ഈ എന്നുള്ള ചിഹ്നം നോക്കാം. ഥ കഴിഞ്ഞിട്ട് ഈ വരുമ്പം ധി. യ കഴിഞ്ഞിട്ടാവുമ്പോൾ ഈ. ര കഴിഞ്ഞിട്ടാവുമ്പോൾ രി. ഖ കഴിഞ്ഞിട്ടാവുമ്പോൾ ഖി. ഷ കഴിഞ്ഞിട്ടാവുമ്പോൾ ഷി. സ കഴിഞ്ഞിട്ടാവുമ്പോൾ സി. ഇനി ഉ എന്നുള്ള ചിഹ്നം അക്ഷരത്തിൻ്റെ അടിയിൽ ഇടത് ഭാഗത്തേക്ക് വെക്കാം അല്ലേ? ഥയുടെ അടിയിലാണെങ്കിൽ ഥു. യ എന്നുള്ള അക്ഷരത്തിൻ്റെ അടിയിലാകുമ്പോൾ യു. ഇനി രായുടെ കാര്യം നോക്കൂ നിങ്ങൾ. രായുടെ അടിയിലാണോ ചിഹ്നം വന്നത്? അല്ല അല്ലേ? വലത് ഭാഗത്താണ്. അപ്പം എന്തായി? രു. ഇനി മറ്റു അക്ഷരങ്ങളുടെ ഒക്കെ താഴെയാണ് വരിക. ഓക്കെ. അപ്പോൾ ഖ ആണെങ്കിൽ ഖു. ഷ ആണെങ്കിൽ ഷു. സയുടെ അടിയിലാണെങ്കിൽ സു. ഇനി ഉ എന്നുള്ള ചിഹ്നം നോക്കാം. ഥു, യു,
അതേപോലെ ഊ എന്നുള്ളത് രായുടെ കൂടെ താഴെയാണോ ആകുന്നത്? അല്ല അല്ലേ, വലത് ഭാഗത്ത്. അപ്പോൾ ഊ എന്നുള്ളതും രായുടെ വലത് ഭാഗത്താണ് വരിക. ഇനി അടുത്ത അക്ഷരം ഖയുടെ അടിയിൽ ഊ ചിഹ്നം വരുമ്പോൾ ഖു, ഷായുടെ അടിയിലാണെങ്കിൽ ഷൂ, സായുടെ അടിയിലാണെങ്കിൽ സൂ. ഇനി റ് എന്നുള്ള ചിഹ്നം ധൃ, ഋ, ഋ, ഖൃ, ഷൃ, സൃ. ഇതേപോലെ ഓരോ അക്ഷരത്തിൻ്റെയും അടിയിൽ ഒരു കൊക്ക അല്ലേ, മുകളിലോട്ട് വലത് ഭാഗത്തായിട്ടായിട്ട് എന്താണ് റ് എന്നുള്ള ഉച്ചാരണം കിട്ടും. എ അല്ലെങ്കിൽ എ എന്നുള്ള ചിഹ്നം നോക്കാം. ഥെ അല്ലെങ്കിൽ ഥേ, യെ അല്ലെങ്കിൽ യേ, രേ അല്ലെങ്കിൽ രേ, ഖെ അല്ലെങ്കിൽ ഖേ, ഷെ അല്ലെങ്കിൽ ഷേ, സെ അല്ലെങ്കിൽ സേ. ഇതേപോലെ അക്ഷരത്തിൻ്റെ മുകളിൽ ഇടത് ഭാഗത്തേക്ക് ചെരിച്ചിട്ട് ഒരു വര. അപ്പോൾ എ അല്ലെങ്കിൽ എ എന്നുള്ള ഉച്ചാരണം. ഇനി അടുത്തത് ഐ എന്നുള്ള ചിഹ്നം. ഥായുടെ മുകളിലാവുമ്പോൾ ഥൈ, യായുടെ മുകളിലാവുമ്പോൾ യൈ, രായുടെ മുകളിലാവുമ്പോൾ രൈ, ഖായുടെ മുകളിലാവുമ്പോൾ ഖൈ, ഷായുടെ മുകളിലാവുമ്പോൾ ഷൈ, സായുടെ മുകളിലാവുമ്പോൾ സൈ. ഇതേപോലെ അക്ഷരത്തിൻ്റെ മുകളിൽ ഇടത് ഭാഗത്തേക്ക് ചെരിച്ചിട്ട് രണ്ട് വരാം. ഇനി ഓ അല്ലെങ്കിൽ ഓ എന്നുള്ള ചിഹ്നം. ഥ കഴിഞ്ഞിട്ട് ഓ ചിഹ്നം വരുമ്പോൾ ഥോ അല്ലെങ്കിൽ ഥോ. യ കഴിഞ്ഞിട്ടാണെങ്കിൽ യോ അല്ലെങ്കിൽ യോ. അതേപോലെ രോ, രോ, ഖോ, ഖോ, ഷോ, ഷോ, സോ, സോ. ഇനി ഔ എന്നുള്ള ചിഹ്നം. ഥൗ, യൗ, രൗ, ഖൗ, ഷൗ, സൗ. ഇനി എന്നുള്ള ചിഹ്നം നോക്കാം. ഓരോ അക്ഷരത്തിൻ്റെയും മുകളിൽ കുത്തിടുക അല്ലേ. ഥം, യം, രം, ഖം, ഷം, സം. ഇതേപോലെ എന്നുള്ള ഉച്ചാരണം കിട്ടാൻ എന്ത് ചെയ്താൽ മതി, അക്ഷരത്തിന് മുകളിൽ ഒരു കുത്തിട്ട് കൊടുത്താൽ മതി. ഇനി അടുത്ത് നോക്കാം. ഋഥ, ഋഥ, ഋഥി, ഋഥി. ഇനി യായുടെ മുകളിലാണെങ്കിൽ ര്യ, ര്യ, ര്യു, ര്യം. അപ്പം ര്യ എന്ന് എഴുതിയിട്ട് മുകളിലൊരു കുത്തും കൂടി ഇട്ട് കൊടുത്തു. അപ്പം എന്തായി ര്യം. ഇനി അടുത്തത് ഋഖ, ഋഖ, ഋഖി, ഋഖി. അതേപോലെ ര, അന്തർരാഷ്ട്രീയ എന്നൊക്കെ എഴുതൂലേ, അതാണ്. ഇനി അടുത്തത് സ്ര, സ്ര, ശ്രീ, ശ്രു, സ്ര അല്ലെങ്കിൽ ശ്രേ, സ്രോ അല്ലെങ്കിൽ സ്രോ. അക്ഷരത്തിൻ്റെ അടിയിൽ ഇടത്തോട്ട് ചെരിച്ചിട്ട് ഒരു വരാം. ഇനി ഇന്ന് പഠിച്ച അക്ഷരങ്ങളും മുമ്പ് പഠിച്ച അക്ഷരങ്ങളോടൊപ്പം ഒക്കെ ചിഹ്നങ്ങളും ഒക്കെ കൂടി വരുമ്പോഴുള്ള വേർഡുകളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. പഠയം, ലിഖയും. പഠന എന്ന് പറഞ്ഞാൽ പഠിക്കുക അല്ലെങ്കിൽ വായിക്കുക അല്ലേ. ലിഖന എന്ന് പറഞ്ഞാലോ എഴുതുക. അപ്പോൾ പഠയം, ലിഖയും, അത് വായിക്കാം, എഴുതാം. അപ്പോൾ ആദ്യത്തെ എന്താ എഴുതിയത്? രഥ് അല്ലേ. തായുടെ പകുതിയായിട്ട് ഉച്ചരിക്കും അവസാനത്തിൽ അല്ലേ, കിട്ടാനില്ലല്ലോ. അപ്പോൾ തായുടെ പകുതി ഥ്, രഥ്. thൈലി. അടുത്തെന്താണ്? ഥൂക്ന. ഥൂക്ന എന്നാൽ തുപ്പുക എന്നുള്ള അർത്ഥമാണ് കേട്ടോ. ഗാഥ. അടുത്തതാണ് യ, അവസാനത്തിൽ ഹ വരുമ്പോൾ അതിൻ്റെ പകുതി ഹ്, യഹ്. അടുത്തത് യാത്ര. അടുത്തത് യൂം. ഒരു ചന്ദ്രക്കലയും കുത്തുകൂടിയുണ്ട് അല്ലേ. ഒരു അനുനാസികമാണ്, എന്ന് വെച്ചാൽ ഒരു മൂക്ക് ഒക്കെ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു ഉച്ചാരണം വരും. യൂം. അപ്പോൾ രാസ്ത, സാൻ്റെ പകുതി ത, രാസ്ത. അതേപോലെ അടുത്തെന്താണ് മുകളിൽ? രാഷ്ട്ര. ഷ്ട്ര അവസാനം വരുമ്പോൾ ഷ്ട്ര, രാഷ്ട്ര. രുപയ അല്ലേ. ഓ എഴുതിയത് നോക്കൂ വലത് ഭാഗത്ത്, രുപയ. അപ്പം നമ്മൾ നാണയത്തിലൊക്കെ കാണാൻ പറ്റും, അതേപോലെ നോട്ടിലൊക്കെ കാണാം രുപയ. അടുത്തത് രൂഖ, ഊ എന്നുള്ള ചിഹ്നം, രൂഖ. ഖാന, ഖേത്ത്, ഖാസി. നമ്മൾ പറഞ്ഞില്ലേ ചന്ദ്രക്കലയും കുത്തും. ഖാസി, ചുമ എന്നുള്ള അർത്ഥത്തിൽ. ശബ്ദ്, ബയുടെ പകുതി പിന്നെ ദ, ശബ്ദ്.
അവസാനം വരുമ്പോൾ ദായുടെ പകുതി ശബ്ദ്. ഷാഹൻ ഷാഹ്, ഷാഹൻ ഷാഹ്. ഷാഹൻ ഷാഹ് എന്ന് പറഞ്ഞാൽ എന്താ? ചക്രവർത്തി അല്ലേ. ഷുരൂ, ഏറ്റവും മുകളിൽ ഷുരൂ. അടുത്തെന്താണ്? സന്തൂക്ക്. അടുത്തത് സൗന്ദര്യ. സൗ എന്ന് എഴുതിയിട്ട് ഒരു കുത്തുണ്ട്. നായുടെ പകുതിയാക്കുന്നതിന് പകരം ഇടുകയാണ് ഇപ്പോൾ ചെയ്യാറുള്ളത്. അപ്പം സൗന്ദര്യ. രിയ അവസാനത്ത് വരുമ്പോൾ രിയ, സൗന്ദര്യ. അടുത്തെന്താണ്? സായുടെ പകുതി യാ, സ്യാ, സ്യാ ഹി, സ്യാഹി എന്ന് പറഞ്ഞാൽ മഷി, സ്യാഹി. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഉപകാരപ്പെടും എന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഈ അക്ഷരങ്ങളൊക്കെ ശരിക്കും എഴുതി പഠിക്കുക. നിങ്ങളുടെ പുസ്തകത്തിലൊക്കെ കുറേ വേർഡുകളൊക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ നോക്കി വായിച്ച് പഠിക്കുക. അപ്പോൾ ഇനി നമുക്ക് അടുത്ത ക്ലാസ്സോട് കൂടി വ്യഞ്ജനാക്ഷരങ്ങൾ കഴിയും. അപ്പോൾ എല്ലാവരും നന്നായി പഠിക്കുക. എല്ലാവിധ ആശംസകളും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഓക്കെ, താങ്ക് യു.